പേഷ്യൻസൊക്കെയാണ്. ഇന്ന് ഞാൻ ക്ലിനിക്കിൽ വന്നിരിക്കുക കേട്ടോ. ഡെയിലി ഇങ്ങോട്ട് തന്നെയല്ലേ വരവ്. ഡെയിലി വരുന്ന പോലെ ഇന്നും വന്നിരിക്കുകയാണ് ക്ലിനിക്കിൽ കേട്ടോ. അപ്പോൾ ഇന്ന് കുറേ ഇതുണ്ട്. ഇന്നലെ വൈകുന്നേരം കുറേ കഴിഞ്ഞിട്ടാണ് പോയത്. എവിടെ വയ്ക്കണമെന്ന് പറയുന്നത് എന്നാ വെച്ചാൽ ഒരുപാടൊന്നുമില്ലല്ലോ, കുറച്ചല്ലല്ലോ. അതിന് മാത്രമൊന്നുമില്ല. ഇന്നലത്തെ ഞാൻ കുറേ ലേറ്റായിട്ടാണ് ക്ലിനിക്കിൽ നിന്ന് പോയത്. 6:55 ബസ് വരും. 56, 57 ആയപ്പോൾ ഞാൻ ഓടിയിട്ട് താഴെ എത്തിയപ്പോൾ ബസ് കിട്ടി. അതുകൊണ്ട് ഇന്നലെ വൈകിട്ട് ഞാനും നഴ്സിനെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ക്ലിനിക്കിൽ. ഡോക്ടറും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നേരം വൈകി. ആ ഒരു ടൈമിൽ ഞാൻ ഇറങ്ങുന്ന ടൈമിൽ പേഷ്യൻസും ഉണ്ട്. അപ്പോൾ പിന്നെ നേരമില്ലാത്തതുകൊണ്ട് എനിക്ക് ആ ബസ് ജാസ് എന്ന് പറഞ്ഞ ബസ്സിന് ഞാൻ പോവാം. അപ്പോൾ ഇവിടുന്ന് നമ്മൾ പേങ്ങാട്ടിൽ നിന്ന് ബസ് കയറിയിട്ട് വേണം എനിക്ക് പള്ളിപ്പടി എത്താൻ. അവിടെ നിന്ന് എത്തിയിട്ട് വേണം അത് ആ ബസ് കിട്ടണമെങ്കിൽ. ആ ബസ് പോയാൽ പോയി, എല്ലാം പോയി. അപ്പോൾ ഞാൻ എന്താ കാട്ടി, വേഗം സിസ്റ്റത്തിലൊന്നും ചെയ്തില്ല. ബുക്കിൽ വേഗം ഒക്കെ നോക്കി എഴുതി റെഡിയാക്കി. സിസ്റ്റത്തിലൊന്നും ചെയ്തില്ല. രജിസ്റ്ററിലൊക്കെ റെഡിയാക്കി വെച്ചിട്ട് അപ്പം ഇനി അതൊക്കെ ചെയ്യാനുണ്ട്. അങ്ങനെ കുറച്ച് പണികളുണ്ട്. പോറിയാൻ കിടക്കുന്നുണ്ട്. പോറിയാന്ന് പറഞ്ഞാൽ അറിയില്ല, അളവൊക്കെ ഞാനിപ്പോഴും അങ്ങനെ വീഡിയോസിൽ തട്ടി ശരിയാക്കില്ല. അതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം. നോർമലി പതിവെക്കാനുള്ളത്. പക്ഷെ എൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് ഇങ്ങനെ വോയിസ് എടുത്ത് സംസാരിക്കുമ്പോൾ ആൾക്കാർ വരുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഞാനൊന്ന് വോയിസ് എടുത്ത് സംസാരിക്കണമെന്നില്ല. കുറച്ച് വർക്കുകളുണ്ട്, ഡ്യൂട്ടീസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യട്ടെ. അതൊക്കെ കാണാം. മീഡിയ സിസ്റ്റത്തിലൊക്കെ ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യണം. കണ്ടോ, ഇത് ഇന്നത്തെയാണ് കേട്ടോ. ഇനി ഇന്നലത്തെ ചെയ്യാണ്ട്, ഇന്നലത്തെ കുറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ചെയ്യാണ്ട് ഇതൊക്കെ കുറച്ച് ചെയ്യാനുണ്ട്. കുറച്ച് ഞാൻ ചെയ്തിട്ടു. ഇനി മെഡിസിൻ വന്നിരിക്കണുണ്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാണ്ട്. ഹായ് ഗൈസ് എന്ന് പറയും. ഹായ് ഗൈസ്. പേര് പറഞ്ഞോടൊക്കെ. ഞങ്ങളെ പുതിയ കുട്ടി വന്നത് പറഞ്ഞില്ലേ, ഞാനും സുലുമായിരുന്നു ഉണ്ടായിരുന്നത്. പുതിയൊരു കുട്ടി വന്നിട്ടുണ്ട്. കുട്ടിയുടെ പേരാണ് ഫാത്തിമ നസ്ന. അവൾക്ക് ഈ ടാഗൊക്കെ കിട്ടിയത് ഭയങ്കര സന്തോഷമായിരുന്നു. പുതിയ ടാഗൊക്കെ കിട്ടി. ഞങ്ങൾക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവൾക്ക് അസൂയായിരുന്നു. ടാഗൊക്കെ കിട്ടി. ഇനി കുറച്ച് പണികളുണ്ട്, അതൊക്കെ നോക്കട്ടെ. ഇവർ കുറേ രാവിലെ നേരത്തെ വന്നിട്ട് 9 മണിയൊക്കെ ആകുമ്പോൾ വരും. അപ്പോൾ വന്നിട്ട് തുടങ്ങി വർക്കാം. അപ്പോൾ അവരൊക്കെ ഇപ്പം ഒന്ന് ഒതുങ്ങിയിരുന്നിട്ടേ ഉള്ളൂ. ഇന്ന് സർജൻ്റെ അപ്പോയിൻമെൻ്റൊക്കെ ഉണ്ടായിരുന്നത്. അതെ, എനിക്ക് പോറിയാണ്ട് ഇമ്പ്രഷൻ ഉണ്ടായിരുന്നേ. ഇന്നലെ നല്ല തിരക്കുണ്ടായിരുന്നു. ഡോക്ടറൊക്കെ വരെയല്ലേ, അതൊക്കെ വരും. അത് കുഴപ്പമില്ല. എനിക്ക് തുടച്ചോ. ഞാൻ എൻ്റെ സിസ്റ്റത്തിലുള്ള പണികൾ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പോറിയാൻ ചെല്ലാൻ. ഇത് വേഗം കംപ്ലീറ്റ് ചെയ്യട്ടെ. ഡോക്ടർ കണക്റ്റ് ആകണ്ടേ. ദാറ്റ് മീൻസ് കറക്റ്റ് ആവണ്ടേ അല്ലേ. അപ്പോൾ ഇന്നലെ ചെയ്തിട്ടില്ല. ഇന്നലെ എന്തോ ഒരു തിരക്കല്ലേ, ഇതൊന്നിനും ഒഴിവിട്ടില്ലേ. കുറച്ചും കൂടിയൊക്കെ ചെയ്യാണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ചെയ്യട്ടെ. ഞാനും ചെയ്യട്ടെ. ഇതൊക്കെ ഇരുന്നോട്ടെ. ഇതൊക്കെ ഇഷ്ടമാണ്. ഇതൊക്കെ വേണം, ഇത്രയും വേണം. ഉണ്ടോ സംഭവമാണ്. ഗുഡ് മോർണിംഗ്. ഇന്നെന്താ ഇന്നൊരു സർജറി ഡേ ആയിരുന്നു. അത് കഴിഞ്ഞു. അത് കഴിഞ്ഞത് അത് എന്താണ്, അത് പാസ്റ്റിലായിരുന്നു എന്നല്ല. ഇപ്പൊ കഴിഞ്ഞു. ഇപ്പൊ 2 പേഷ്യൻസ് വന്നു പോയി. ഇന്ന് കുട്ടിക്ക് കിട്ടില്ല. ഇനിയിപ്പോ ഇല്ലല്ലേ. ഇതാണ് നമ്മളെ പ്രഭുവിന് മെയിൻ എന്താണ് എന്റർടൈൻമെന്റ് അല്ലേ പ്രഭു. ഇതിനി ഒരു ക്ലിനിക്കിൽ ഇത് കുറച്ചൊന്നല്ല, ഒരു ബോക്സ് കൊണ്ടുവന്നിട്ട് ഒന്നുപോലും കളയാതെ എടുത്ത് വെക്കാൻ പോവാണ്. ഓക്കെ, ഇതിൽ കാണുന്നത് കണ്ട ഇഷ്ടമാണ് സുലുമോളെ. ഇനിയിപ്പോ അടുത്ത ചെറിയമ്മ വരും. കുഞ്ഞുങ്ങൾക്ക് ഇവിടെ ഒരു പണിയില്ലേ. ഇനി അടുത്ത് നമുക്ക് കുറച്ച് മെഡിസിൻ വന്നിട്ടുണ്ട് പറയട്ടെ. മെഡിസിൻ ഉണ്ട്. നല്ല മഴയുണ്ട്. അത്യാവശ്യം മെഡിസിനൊക്കെ ഉള്ളതുകൊണ്ട്
നമുക്ക് ബബിൾ ഡ്രാപ്പില്ലേ അതെടുത്ത് വയ്ക്കാം. ഇതെന്തല്ലോ എത്ര ഇഷ്ടം പറ്റും നിങ്ങൾക്ക് കുറച്ചൊരു ഫ്രീ ടൈം കിട്ടുമ്പോൾ ഒക്കെ പൊട്ടിക്കാനുള്ള സംഭവമാണ്. അപ്പോൾ ഞങ്ങൾ കളയാണ്ടെടുത്ത് വയ്ക്കും. എന്തൊക്കെ വന്നെന്ന് വെച്ചിട്ടാണ് ടാബ്ലറ്റ് വന്നിട്ടുണ്ട്. പിന്നെ തിരിച്ചുണ്ട് അന്നത്ത് ഇതൊന്ന് രജിസ്റ്റർ ചെയ്യട്ടെ. ഇതിലുണ്ടോ നോക്കട്ടെ ആദ്യം. നിങ്ങൾ ഈ നമ്പർ തന്നെ അല്ലേ നോർമലി ഉള്ളത് അല്ലേ? ഇരിക്കുമോ? എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന രണ്ടും ഇംപ്രഷൻസാണിത്. നമുക്ക് പോറിയാലേ സൗണ്ടായിട്ട് എടുക്കണം അല്ലേ? മെറ്റീരിയൽസ് അൺബോക്സ് ചെയ്യാം. മെറ്റീരിയൽസ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ പാട്ട് അവിടെ പോയിരുന്നു. പാട്ടോണ്ടിരിക്കുന്നു. ഞാൻ പറയണമെന്ന് കേൾക്കില്ല. ഇതന്നെ വന്നിട്ടുള്ളൂ. ഇതന്നെ വന്നിട്ടേ അത്ര വെയിറ്റ് സ്റ്റോൺ സ്റ്റോണാണ് കേട്ടോ അത്. അങ്ങനെ ആദ്യം ഇട്ടിട്ട് പിന്നെ വെച്ചു. ഇതാ മണി ഇതിലേക്ക് മണി മണിയുള്ളത്. പിന്നെ അതിനായിട്ട് തീയ 12. പിന്നെ ഇതിൻ്റെ നിറം കൊടുക്കുന്നത് ഒരു യൂജനോട് അല്ല ഇതൊക്കെ ചെറുതാണ്. ഭക്ഷണമൊക്കെ കഴിച്ചു. ഞാനിന്ന് ഉള്ളിക്കറി, ചോറ്, പപ്പടം, ചമ്മന്തി ഇതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പേഷ്യൻസ് വന്നതിൻ്റെ തിരക്കൊണ്ടേ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ടൈം എടുത്തു. സാധാരണ ഒരു മണി ആ ഒരു ടൈമിലൊക്കെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാം. അപ്പോൾ 1:30 1:45 കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചേക്കണത്. അവിടെ നല്ല വിശപ്പുണ്ട്. വേഗം ഓരോരുത്തർ വേഗം കഴിക്കുകയും ചെയ്തു. അപ്പോൾ ആ ടൈമിലൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഡോക്ടർ വന്നിട്ട് ഡോക്ടറൊക്കെ കഴിക്കാൻ ഇതപ്പോൾ കുറച്ച് മുന്നേ ഡോക്ടർ കഴിക്കാൻ പോയി. ഞങ്ങൾ വന്നിട്ട് വിശപ്പൊന്നും കഴിയുന്നില്ല, പറ്റണില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വേഗം പോയിട്ട് ചായ കുടിച്ചു. പിന്നെ ഇവിടെ അടുത്ത പ്ലാസയിൽ നിന്ന് സ്നാക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, എണ്ണക്കടികൾ. അതൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ ഒന്ന് സെറ്റായിട്ടിരിക്കുക. ഇപ്പോൾ പേഷ്യൻസൊക്കെ ഒന്ന് പോയി, ഇത്രയും നേരം ആളുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല. എന്നാലും കുഴപ്പമില്ല. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ എടുക്കുക അല്ലേ? നോർമലി ഇപ്പോൾ ഒരു വീഡിയോ എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. എനിക്കങ്ങനെയൊന്നും അറിയില്ല, അതുകൊണ്ടായിട്ട് അങ്ങനെയൊക്കെ പറയണത്. അങ്ങനെ പറയാൻ പറ്റുമോയെന്നും അറിയില്ല. എന്തായാലും സ്റ്റാർട്ടിംഗ് ആണ്. എല്ലാവരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. ബായ്.